മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാജസൂയ യജ്ഞത്തെക്കുറിച്ചും ജരാസന്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഭാഗവും ആണ്. മഹാഭാരത കഥകൾ കേൾക്കുന്നതും പറയുന്നതും അതിലെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും പുണ്യമത്രേ. മതിം മന്ദാനമാവിദ്യ ഏനാസൗ ശ്രുതിസാഗരാത് പ്രകാശം ജനിതോ ലോകെ മഹാഭാരത ചന്ദ്രമാ. മഹാഭാരതമാകുന്ന ചന്ദ്രൻ ലോകത്താകെ പ്രകാശം തൂവി നിൽക്കുന്നു. ഇഹലോകവാസം വെടിഞ്ഞ പാണ്ഡുവിൻ്റെയും നാരദ മഹർഷിയുടെയും ആഗ്രഹപ്രകാരം യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ധർമ്മചിന്ത മുറുകെ പിടിക്കുന്നവനും പ്രജാഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനും നിഷ്പക്ഷനും ആയിരുന്നു യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രർ. ഒരൊറ്റ ശത്രു പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു യുധിഷ്ഠിരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അജാതശത്രു എന്ന് അറിയപ്പെട്ടു. ശത്രുക്കൾ ഇല്ലാത്തവൻ. നീതിയുടെ രാജാവായ ധർമ്മരാജാവിൻ്റെ മകൻ ധർമ്മപുത്രർ. യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, നീതിയുടെ ഒപ്പം നിൽക്കുന്നവൻ യുധിഷ്ഠിരൻ. ശത്രുക്കളില്ലാത്തവൻ, അജാതശത്രു. ഈ 3 പേരുകളിലും ധർമ്മപുത്രർ അറിയപ്പെട്ടു. ഭീമന്റെ കരുത്തും വിജയൻ എന്ന അർജുനന്റെ അസ്ത്രവിദ്യയിലുള്ള പാടവവും യുധിഷ്ഠിരന്റെ ധർമ്മനീതിയുമൊക്കെ ആ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയിൽ തെളിഞ്ഞുകൊണ്ടു. പ്രജകൾക്കെല്ലാം രാജഭരണത്തോട് ഇഷ്ടമായി. അവരെല്ലാം യുധിഷ്ഠിരന്റെ നാമം ഉയർത്തിപ്പാടി നടന്നു. നകുലനും സഹദേവനുമാകട്ടെ എല്ലാ പ്രജകളെയും സ്നേഹിച്ചു. അവർക്ക് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്തു. ഒരു രാജാവ് ചക്രവർത്തിയാകണമെങ്കിൽ യാഗങ്ങൾ നടത്തണം. അതും മഹായാഗങ്ങൾ, രാജസൂയം, അശ്വമേധം പോലുള്ള യാഗങ്ങൾ. എന്തായാലും യാഗം നടത്തുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാനോട് ഒരു അഭിപ്രായം ചോദിക്കാം. വേദവ്യാസ മുനിയോടും ധൗമ്യനോടും ആചാര്യനായ ധൗമ്യ മഹർഷിയോടും കൂടി ചോദിക്കാൻ യുധിഷ്ഠിരൻ തീരുമാനിച്ചു. അതിനായി ശ്രീകൃഷ്ണ ഭഗവാനെ വരുത്തുന്നതിന് വേണ്ടി ഒരു ദൂതനെ പറഞ്ഞയച്ചു. അങ്ങനെ ദൂതനായ ഇന്ദ്രസേനോടൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നെത്തി. തൻ്റെ അച്ഛൻ പെങ്ങളായ അപ്പച്ചിയായ കുന്തിദേവിയെ വണങ്ങി പാണ്ഡവരോടൊപ്പം കുറച്ചുനാൾ കഴിയാൻ തീരുമാനിച്ചു. അങ്ങനെ ഭഗവാനെ അവർ സ്വീകരിച്ചിരുത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പ്രശ്നം അവതരിപ്പിച്ചു ഭഗവാനോട്. ഭഗവാനെ, ശ്രീകൃഷ്ണ, ഒരു മഹത്തായ യാഗം, രാജസൂയം നടത്താൻ തീരുമാനിച്ചാലോ? എന്താണ് അഭിപ്രായം, അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാജസൂയ യാഗം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. അത് തുടച്ചു നീക്കി വേണം നമുക്ക് ഈ യാഗം നടത്താൻ. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ തടസ്സങ്ങൾ? എന്താണ് ആ പ്രയാസങ്ങൾ? അങ്ങ് പറഞ്ഞു തന്നാലും. എല്ലാവരും എന്നെ പുകഴ്ത്തുന്നു, പക്ഷേ യാഥാർത്ഥ്യം അങ്ങാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ ഉപദേശം സ്വീകരിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടതും. യുധിഷ്ഠിരന്റെ സംശയം കേട്ട് ഭഗവാൻ ഇങ്ങനെ അരുളി, യുധിഷ്ഠിര, നമ്മുടെ രാജ്യത്ത് ജരാസന്ധൻ എന്ന് പേരുള്ള ഒരു രാജാവുണ്ട്. അവൻ പ്രജകളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. കുറേ രാജാക്കന്മാരെ അവൻ വെട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് തടവറയിലിട്ടിരിക്കുകയാണ്. അവൻ്റെ അടിമകളാക്കിയിരിക്കുകയാണ്. അവരെ നമുക്ക് മോചിപ്പിക്കാതെ ഈ യാഗം നടത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാനെ, ആരാണ് ജരാസന്ധൻ? അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, പറഞ്ഞാലും. അങ്ങനെ ഭഗവാൻ ജരാസന്ധൻ്റെ കഥ പറയുകയാണ്. ജരാസന്ധൻ്റെ കഥ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുകയാണ്. മഗധ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ബൃഹദ്രഥൻ. അദ്ദേഹം ക്ഷമാശീലനും പരാക്രമിയും സുന്ദരനും തേജസ്വിയും ആയിരുന്നു. അദ്ദേഹത്തിന് കാശി രാജാവ് തൻ്റെ 2 പെൺമക്കളെയും വിവാഹം ചെയ്ത് കൊടുത്തു. കുറേ കാലം കഴിഞ്ഞു.
പുത്രകാമേഷ്ടി യാഗം വരെ നടത്തിയിട്ടും ബൃഹദ്രഥന് കുട്ടികളുണ്ടായില്ല. രാജാവ് അതീവ ദുഃഖിതനായി. വംശം നിലനിർത്താൻ ഒരു കുട്ടിയില്ല. ഉടനെ തന്നെ ചണ്ഡകൗശികന്റെ അടുത്തേക്ക് പോവുകയാണ്. താപസനായ ചണ്ഡകൗശികന്റെ അടുത്തേക്ക് പോയി മുനിയെ വേണ്ടതെല്ലാം കൊടുത്ത് സൽക്കരിക്കുകയും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ സംപ്രീതനായ മുനി ബൃഹദ്രഥനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാൻ തരും. എനിക്കൊരു കുട്ടിയെ മതി, ഒരു പുത്രനെ മതി. ഞാൻ 2 ഭാര്യമാരെ എൻ്റെ ഒപ്പമുണ്ട്. അവർക്ക് സന്താന ഭാഗ്യം അങ്ങ് നൽകി അനുഗ്രഹിച്ചാലും. ഉടനെ തന്നെ ചണ്ഡകൗശികൻ തപശക്തിയാൽ ഒരു മാമ്പഴം കയ്യിൽ വീഴ്ത്തി. കിളികളൊന്നും കൊത്താത്ത ഒരു മഞ്ഞ നിറമുള്ള മാമ്പഴം. ഇത് കൊണ്ടുപോയി നിന്റെ പത്നിമാർക്ക് കൊടുക്കും. ഉടനെ തന്നെ ബൃഹദ്രഥൻ വീട്ടിൽ ചെന്ന് പത്നിമാർക്ക് ആ മാങ്ങ 2ആയി പകുത്തു കൊടുത്തു. 2 പത്നിമാരെയും അത്രയ്ക്കിഷ്ടമായിരുന്നു ബൃഹദ്രഥന്. ഒരുപോലെ പരിഗണിച്ചിരുന്നു. ആ മാങ്ങ കഴിച്ചതും 2 പേരും ഗർഭിണികളായി. മാങ്ങ പകുത്തതല്ലേ, കുട്ടികളെ പ്രസവിച്ചപ്പോഴും അർദ്ധശരീരമായിരുന്നു ആ കുട്ടികൾക്ക്. ഒരു കണ്ണ്, ഒരു കാല്, ഒരു കയ്യ്, നെഞ്ചിൻ്റെ പാതി, എല്ലാം ഉടലിൻ്റെ പാതി. രാജ്ഞിമാർ പേടിച്ചുപോയി. ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ അവർക്ക് പേടിയുണ്ടായില്ല. പ്രസവിച്ച രൂപം കണ്ടപ്പോൾ പേടിച്ചു വിറച്ച് ഈ 2 ഭാര്യമാരും ഈ അർദ്ധശരീരമുള്ള 2 കുട്ടികളെയും വലിച്ചെറിഞ്ഞു. ആ രാജ്യത്ത് ജര എന്ന പേരുള്ള ഒരു രാക്ഷസി താമസിച്ചിരുന്നു. വലിയ പർവ്വതമായ മേരുപർവ്വതത്തെ പോലും വിഴുങ്ങാൻ ശക്തിയുള്ളവളായിരുന്നു ജര. ഈ അർദ്ധശരീരമുള്ള 2 കുട്ടികളെയും ജര കണ്ടു. അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാണല്ലോ. അവൾ നേരെ ചെന്ന് കുട്ടികളെ എടുത്തു. നോക്കുമ്പോൾ പാതിയേ ഉള്ളൂ. എന്നാ പിന്നെ ഒന്നാക്കി കളയാം. 2 ശരീരവും ചേർത്ത് വെച്ച് സന്ധിച്ചു. ആ 2 ശരീരവും സന്ധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അത് ഒറ്റക്കുട്ടിയായി മാറി, ഒരു ശരീരമായി മാറി. അവൾ അതിനെ വിഴുങ്ങിയില്ല. കാരണം ബൃഹദ്രഥന്റെ സദസ്സിൽ നിന്നും അവൾക്ക് ഭക്ഷണം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ബൃഹദ്രഥന്റെ രാജ്യത്തോട് അവൾക്ക് നന്ദി ഉണ്ടായിരുന്നു. അവൾ വേഗം ആ കുട്ടിയെ കൊണ്ടുപോയി ബൃഹദ്രഥന് കൊടുത്തു. ഇത് അങ്ങയുടെ കുട്ടിയാണ്. പത്നിമാർ വലിച്ചെറിഞ്ഞപ്പോൾ ഞാനിതിനെ ഒന്നാക്കി. ഉടനെ തന്നെ രാജാവ് എല്ലാ ഭാഗത്തും സന്തോഷം കൊണ്ട് ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങൾ കൂട്ടമായി വരികയും രാജ്യത്തിനൊരു കുട്ടി ഉണ്ടായതിൽ സന്തോഷിക്കുകയും അർമാദിക്കുകയും ചെയ്തു. ജര കൊണ്ടുവന്ന കുട്ടിയായതുകൊണ്ട്, സന്ധിപ്പിച്ച കുട്ടിയായതുകൊണ്ട് ജരാസന്ധൻ എന്ന കുട്ടിക്ക് പേരിട്ടു. ആ കുട്ടി മിടുക്കനായി. ആ കുട്ടിയുടെ ശബ്ദം കേട്ട് ലോകം നടുങ്ങി. അത്രയ്ക്കും പരാക്രമിയും വീരശൂരനുമായിരുന്നു ജരാസന്ധൻ. ഇതെല്ലാം തൻ്റെ ദിവ്യശക്തിയാൽ അറിഞ്ഞ ചണ്ഡകൗശികൻ വരികയും ചണ്ഡകൗശികനെ ബൃഹദ്രഥൻ സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. അപ്പോൾ മുനി പറഞ്ഞു, ഇവൻ പ്രഗത്ഭനായിത്തീരും, ഇവൻ ശത്രുക്കളെ ജയിക്കും, ഇവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയും മുനി പോവുകയും ചെയ്തു. ജരയും പോയി മറഞ്ഞു. തുടർന്ന് ഈ കുട്ടി വലുതായി ജരാസന്ധനെ രാജാവാക്കി മഗധയുടെ. അതിനുശേഷം ബൃഹദ്രഥനും പത്നിമാരും വനവാസത്തിനായി കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, പ്രതാപശാലിയായ ശിശുപാല രാജാവിനെ സേനാപതിയാക്കി മാറ്റിയിരിക്കുകയാണ് ജരാസന്ധൻ. കരുഷ രാജാവിനെ ശിഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. ഒട്ടനേകം രാജാക്കന്മാരെ അവൻ തടവറയിലിട്ടിരിക്കുന്നു. അതിലൊരു രാജാവ് എന്നെ കാണാൻ വന്നിരുന്നു. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്തു. ജരാസന്ധന്റെ പുത്രിമാരെ വിവാഹം ചെയ്ത കംസനെ ഞാൻ വധിച്ചു. ജരാസന്ധനെ തോൽപ്പിക്കുക എന്നത് അതികഠിനമായ കാര്യമാണ്. യാദവകുലത്തിൽ പിറന്ന എനിക്കവനെ വധിക്കാൻ കഴിയുകയില്ല. നമുക്ക് താപസന്മാരുടെ വേഷം ധരിച്ച് ജരാസന്ധന്റെ അടുക്കലേക്ക് പോകാം. അങ്ങനെ അർജുനനും ഭീമനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി മരവുരി ധരിച്ച് ചന്ദനമൊക്കെ അണിഞ്ഞ് ബ്രാഹ്മണരുടെ വേഷത്തിൽ, താപസരുടെ വേഷത്തിൽ ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്.
ജരാസന്ധൻ തടവറയിലിട്ട രാജാക്കന്മാരെ മോചിപ്പിക്കാതെ രാജസൂയയാഗം നടത്തുക എന്നത് വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരനും നകുലനും സഹദേവനും കുന്തിയുമൊക്കെ പാഞ്ചാലിയൊക്കെ ഇവർ പോകുന്നതിൽ തടസ്സം പറഞ്ഞില്ല. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി. ജരാസന്ധൻ അവരെ സ്വീകരിച്ചിരുത്തി ഭിക്ഷ ചോദിച്ചു. ഭിക്ഷ ചോദിച്ചപ്പോൾ ഭിക്ഷ കൊടുത്തപ്പോൾ കയ്യിൽ തഴമ്പ് കണ്ടു. ഞാൻ പിടിച്ച തഴമ്പ് കണ്ടു. നിങ്ങൾ ക്ഷത്രിയരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ആണെങ്കിൽ നിന്നോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതും ദ്വന്ദ്വയുദ്ധം. കേട്ടതെല്ലാം കൊടുക്കുന്ന ജരാസന്ധൻ അതിന് സമ്മതിച്ചു. അങ്ങനെ ഭീമസേനോടൊപ്പം ഏറ്റുമുട്ടാനാണ് ആഗ്രഹമെന്ന് ജരാസന്ധൻ പറയുകയും ചെയ്തു. അങ്ങനെ ഘോര യുദ്ധം നടന്നു. ദിവസങ്ങളോളം യുദ്ധം നടന്നു. ജനങ്ങളെല്ലാം പേടിച്ചു വിറച്ചു. യുദ്ധത്തിൽ ഭീമസേനന്റെയും ജരാസന്ധന്റെയും അലർച്ച കേട്ട് ലോകം നടുങ്ങി. ആയിരക്കണക്കിന് ജനങ്ങൾ ഇത് കാണാനായി തടിച്ചുകൂടി. ഓരോ ഭാഗത്തും യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമില്ല. ഭീമസേനൻ ജരാസന്ധനെ പിച്ച് ചീന്തി ഇട്ടു. അവൻ വീണ്ടും ഒന്നാകും. ഓരോ തവണ പിച്ച് ചീന്തുമ്പോഴും അവൻ സന്ധിച്ച് വീണ്ടും ജരാസന്ധനായി മാറും. അവസാനം കൃഷ്ണൻ ഭീമന് പറഞ്ഞു കൊടുത്തു. ഒരിലയെടുത്ത് കീറി കമഴ്ത്തിയിട്ട് കാണിച്ചു കൊടുത്തു. ഉടനെ തന്നെ ക്ഷീണിതനായ ജരാസന്ധനെ ആകാശത്തേക്ക് എടുത്തുയർത്തി 100 വട്ടം കറക്കി നിലത്തിട്ട് അടിച്ച് മുതുകത്ത് കാല് വെച്ച് കയറ്റി 2ആയി പിളർന്ന് കമഴ്ത്തിയിട്ടു ഭീമസേനൻ. അതിൽ ജരാസന്ധന്റെ കഥ കഴിഞ്ഞു. അവൻ പിളർന്ന് ജനിച്ചു, പിളർന്ന് തന്നെ മരിക്കുകയും ചെയ്തു. അതിന് ഭഗവാൻ നല്ല പിന്തുണയാണ് പാണ്ഡവർക്ക് നൽകിയത്. തുടർന്ന് അവർ തടവറയിലിട്ട ഓരോ രാജാക്കന്മാരെയും രക്ഷപ്പെടുത്തുകയും രാജസൂയയാഗം നടത്തുന്നതിനുള്ള ഒരുക്കത്തിനായി പാണ്ഡവരുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ദുഷ്ടനായ ഹംസനും ഡിംബകനും ഒപ്പം ജരാസന്ധനും കാലപുരി പൂകി. തടവിലാക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരെയും കൊല്ലാനായിരുന്നു ജരാസന്ധന്റെ തീരുമാനം. ധർമ്മം ജയിക്കാൻ വേണ്ടി, ആ രാജാക്കന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഭീമനെ കൊണ്ടത് ചെയ്യിക്കുകയും ചെയ്തത്. അങ്ങനെ ജരാസന്ധന്റെ ശല്യം അവസാനിച്ചു. മഗധയിലെ ശക്തനായ രാജാവായിരുന്നു ജരാസന്ധനെങ്കിലും എല്ലാ രാജാക്കന്മാരെയും ഉപദ്രവിച്ചതുകൊണ്ട് അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു. ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം ഭീമൻ ദൈവബലവും വായുബലവും പ്രയോഗിച്ചുകൊണ്ടാണ് ജരാസന്ധനെ കീഴ്പ്പെടുത്തിയത്. വായുവിൽ വട്ടം കറക്കി വായുബലം പ്രയോഗിച്ചു. സ്ത്രീകളൊക്കെ പേടിച്ചരണ്ടു. അവരുടെ ഗർഭം അലസിപ്പോകുമോ എന്ന് ഭയന്ന് വിറച്ച് ഓടിപ്പോയി. സ്വഗൃഹങ്ങളിൽ നിശബ്ദരായിരുന്നു. അങ്ങനെ ജരാസന്ധന്റെ ദിവ്യരഥത്തിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ അടുത്തെത്തുകയാണ്. എല്ലാ രാജാക്കന്മാരും, മോചിപ്പിച്ച എല്ലാ രാജാക്കന്മാരും ശ്രീകൃഷ്ണ ഭഗവാന് നന്ദി പറയുകയും ധാരാളം രത്നങ്ങളും മറ്റ് വിലപിടിച്ച വസ്തുക്കളും ഭഗവാന് ദാനമായി നൽകുകയും ചെയ്തു. ധർമ്മം ജയിച്ചു. തൻ്റെ പിതാവ് ഈ ലോകം വിട്ടുപോയതറിഞ്ഞ ജരാസന്ധന്റെ പുത്രൻ സഹദേവൻ കുറെ ആളുകളോടൊപ്പം ഭഗവാനെ വന്ന് കാണുകയും കാൽക്കൽ പ്രണമിക്കുകയും അഭയം തേടുകയും ചെയ്തു. തുടർന്ന് ഭഗവാൻ സഹദേവനെ മഗധയുടെ അടുത്ത രാജാവായി വാഴിക്കുകയും ചെയ്തു. തങ്ങളെ രക്ഷിച്ച ഭീമനോട് രാജാക്കന്മാർ നന്ദി പറഞ്ഞു. എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. രാജസൂയ യജ്ഞം നടത്താൻ പോകുകയാണ് പാണ്ഡവർ. യുധിഷ്ഠിര മഹാരാജാവ്, നിങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവിൻ. അങ്ങനെ സമ്മതിച്ച് രാജാക്കന്മാർ അവരുടെ നാടുകളിലേക്ക് സമാധാനപൂർവ്വം പോവുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ തുടരുകയാണ്. ഇപ്പോൾ സഭാപർവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.